ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. +1 വിദ്യാർത്ഥികൾ എല്ലാവരും നിരന്തരമായിട്ട്, അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കമൻറ്റുകൾ വഴി ചാകരയോടെ കൂടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ജൂൺ 3 തന്നെയാണോ നമ്മുടെ +1 റിസൾട്ട് വരുന്നത്? +1 റിസൾട്ടിൻ്റെ ആദ്യം മുതൽ തന്നെ ഒരുപാട് അപ്ഡേറ്റുകൾ, അതുപോലെ തന്നെ വാല്യുവേഷൻ വാർത്തകൾ, മറ്റ് അപ്ഡേറ്റുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച ചാനൽ എന്ന നിലയിൽ ഇതും ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ജൂൺ 3 നിങ്ങൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാമോ? നമ്മുടെ പല വെബ്സൈറ്റുകളും, അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതിനു മുമ്പ് നമ്മുടെ SLC +2 പരീക്ഷാ തീയതികൾ, അതിനുശേഷം റിസൾട്ട് തീയതികൾ എല്ലാം ഇത്തരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രഡിക്ഷൻസ് ആയിട്ടും അല്ലാതെയും ഒക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ഓൺലൈൻ മാധ്യമങ്ങൾ തന്നെയാണ് ഈ ജൂൺ 3 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ പല വിദ്യാഭ്യാസ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും, അതായത് സ്കൂൾ ഗ്രൂപ്പുകളിൽ തന്നെ അധ്യാപകർ ജൂൺ 3 റിസൾട്ട് വരും, കൺഫേംഡ് ആണ് എന്ന അൺഒഫീഷ്യൽ വാർത്തകൾ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾ തന്നെ ചോദിക്കുന്നത്, ജൂൺ 3 യഥാർത്ഥത്തിൽ നിങ്ങളുടെ +1 റിസൾട്ട് വരുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് പ്രകാരം ജൂൺ മാസത്തിൽ തന്നെ വരും, അതും ജൂൺ ആദ്യ ആഴ്ച തന്നെ വരുമെന്ന് നമുക്ക് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ, ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇതിൽ തന്നെ ജൂൺ 3 എന്ന് പറയുന്ന ഒരു തീയതി വരാനുള്ള സാധ്യത നിലവിൽ അധികമാണ് എന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയില്ല, കാരണം ഒഫീഷ്യലായിട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് വന്നിട്ടില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, +1 റിസൾട്ടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ SSLCയെ പോലെയോ +2 പോലെയോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജസ്റ്റ് ഒരു യോഗം കൂടി വിജയശതമാനവും പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് റിസൾട്ട് വരികയല്ല, പെട്ടെന്ന് ഒരു തരത്തിൽ +1 റിസൾട്ടുകൾ നേരെ പബ്ലിഷ് ചെയ്യുകയാണ്. അത് പിന്നീട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ളൊരു അവസരമാണ്. കാരണം ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു എക്സാം അല്ല, നിങ്ങളുടെ +2 മാർക്ക് കൂടി ചേർത്തിട്ടാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള റിസൾട്ട് പ്രഖ്യാപനം. അപ്പോൾ ഇതുവരെയും ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. പക്ഷേ ജൂൺ ആദ്യ ആഴ്ചയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജൂൺ 3 എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ, വളരെ കാത്തിരിപ്പോടു കൂടി ജൂൺ 3 എന്ന് ഉറപ്പിക്കാറായിട്ടില്ല. അത് ഈ പല വെബ്സൈറ്റുകളും, HSS റിപ്പോർട്ടറും മറ്റ് പല വെബ്സൈറ്റുകളും ഇതിനു മുമ്പും ഇത്തരത്തിൽ അപ്ഡേറ്റുകൾ ചെയ്തിട്ടുണ്ട്. ചിലത് ശരിയായിട്ടുണ്ട്, ചിലത് തെറ്റിയിട്ടുണ്ട്. കാരണം മെയ് 8 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്തവണത്തെ SLC റിസൾട്ട്, പക്ഷേ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അതുപോലെ തന്നെ +2 റിസൾട്ട് മെയ് 18 എന്ന് പറഞ്ഞു, പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ മാറ്റി മെയ് 22 ആക്കി. എല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇതാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഉറപ്പിക്കാറായിട്ടില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.